മട്ടൺ മന്തി, ബീഫ് മന്തി, ചിക്കൻ മന്തി, മട്ടൺ മന്തി, ഇനിയിപ്പോൾ വേറെ വല്ല മാൻ്റെ മന്തിയോ എന്തുണ്ടെങ്കിലും അതിൽ ടോപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മട്ടൺ മന്തിയാണ്. മട്ടൺ മന്തി സാധാരണ നമ്മൾ കുഴിയിൽ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ വൽക്കരിച്ചിട്ട് ഓവൻ്റെ ഉള്ളിലും പാത്രത്തിലും സ്റ്റീം ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്ന് സ്മോക്കറും അതുപോലെ തന്നെ ഓവനിലും വെച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ള മട്ടണും നമ്മുടെ സൂപ്പർ റൈസും, അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. റെഡി ബുപ്പാ. മട്ടൺ മന്തി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല. മട്ടൺ മന്തിയിൽ ആ റൈസ് ഇരിക്കുന്ന ഒരു ഭാഗം, എനിക്ക് റൈസ് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു വറങ്ങലിച്ചിരിക്കണ അരി എന്നതിനേക്കാൾ ഉപരി ഐ സ്റ്റിൽ പ്രിഫർ ബിരിയാണി റൈസ്. അതല്ല വെച്ചെങ്കിൽ ഹൈദരാബാദി ബിരിയാണി റൈസ്, അതല്ല വെച്ചെങ്കിൽ പ്ലെയിൻ ജാസ്മിൻ റൈസ്, അതല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്. റൈസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റൈസ് കാപ്സിനെ കട്ട് ചെയ്യേണ്ട ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. മന്തി റൈസിൽ എനിക്ക് ആ റൈസിനോട് അത്ര വലിയ പ്രണയം തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ സാധാരണ റൈസാണ് ഉപയോഗിക്കുന്നത്. മട്ടണിൽ നല്ല നെയ്യുള്ള കാരണം വേവണ സമയത്ത് ആ നെയ്യുള്ളത് കൊണ്ട് തന്നെ നല്ല ടെൻഡറായിട്ട് മട്ടൺ വരും. ഞാനിന്ന് ഉപയോഗിക്കുന്നത് മട്ടൻ്റെ ഷാങ്കാണ് കേട്ടോ. ഷാങ്ക് എന്ന് കേട്ടിട്ടില്ലേ? അതായത് കയ്യിൻ്റെ അവിടുത്തെ ഷോൾഡർ ബോണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഇറച്ചിനെയാണ് ഷാങ്ക് എന്ന് പറയുക. അഗെയിൻ ഞാൻ കഴുകിയിട്ടില്ല. ന്യൂസിലാൻഡ് ലാമ്പാണ്, ഗോട്ടല്ല. ഇതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ മജ്ജ കണ്ട, നല്ല ബ്യൂട്ടിഫുൾ മജ്ജയുള്ള നല്ല സൂപ്പർ വലിയ കയ്യാണ് കേട്ടോ. ഇവിടുത്തെ ലാമ്പാണ് ഇത്. ഒരു വയസ്സ് എത്തിയിട്ടുണ്ടാവില്ല ഇവൻ, അത്രയും യങ് ആണ്. ആദ്യത്തെ 2 പല്ല് കൊഴിഞ്ഞു പോണേക്കാളും മുന്നേ ഉള്ള ആടിൻ്റെ അല്ലെങ്കിൽ ഷീപ്പിൻ്റെ ഇറച്ചിയാണ് ഇത് കേട്ടോ. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് കോൾഡ് ലാമ്പ്. ഇനി നമുക്കിതിനെ സ്മോക്കറിൽ കൊണ്ടുവയ്ക്കണേക്കാളും മുന്നേ ഇതിൻ്റെ മുകളിലൊന്ന് മാരിനേറ്റ് ചെയ്യണം. നിങ്ങൾ സ്പൈസസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി സാധാരണ ഒരു ആഡ് ചെയ്യാറില്ല. ഞാൻ പാപ്രിക്കയും കാശ്മീരിയും കൂടി മിക്സ് ചെയ്യാണ് കേട്ടോ. അതിനാണ് ഞാൻ കാശ്മീരി ചില്ലി ആഡ് ചെയ്യണേ. ഇനി കുറച്ച് സ്മോക്ക്ഡ് പാപ്രിക്ക, കുറച്ച് സുമാക്, കുറച്ച് ഗാർലിക് പൗഡർ, കുറച്ച് ക്യുമിൻ, ഇനി കുറച്ച് പെപ്പർ, ഇനി ഒരു തരി ഗരം മസാല. മിക്സ് മിക്സ് മിക്സ്. ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചെയ്യാൻ മട്ടൺ മേടിച്ച് കഴുകി അതിൻ്റെ മുകളിൽ കുറേ വെള്ളമൊക്കെ ആക്കി വലിച്ചെടുക്കും. മട്ടൺ മേടിച്ചാൽ കഴുകേണ്ട കാര്യമില്ല. ലെറ്റ് ഇറ്റ് ബി ഇൻ ദ ഫ്രിഡ്ജ്. ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ഫാറ്റൊക്കെ സോളിഡിഫൈ ആയിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും. ഡ്രൈ ആയി വന്ന മട്ടൻ്റെ മുകളിൽ ഉപ്പിടണം. ഉപ്പിട്ട് കഴിയുമ്പോൾ എന്തുണ്ടാവും, ഈ മട്ടൻ്റെ മുകളിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും. കണ്ട, ഇപ്പോൾ എന്തോരം ഉപ്പ് വേണമെന്നുള്ളത് നമുക്കറിയാം. ഇനി മട്ടൻ്റെ മുകളിൽ വരച്ചിലൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഇത് വരയമ്പുലിയും സീബ്രയൊന്നും അല്ല കേട്ടോ. ഒരിക്കലും ഹോൾ മീറ്റ്, പ്രത്യേകിച്ച് ടെൻഡറായിട്ടുള്ള മീറ്റിൻ്റെ മുകളിൽ വരയും കൂരിയൊന്നും ഇടരുത്. ഇത് എഴുത്തുന്ന പരിപാടിയൊന്നും ഇല്ല ഇത്. ഉപ്പ് ഉള്ളിലൊന്നും പിടിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേ അല്ലേ, ഈ ട്രേയുടെ സൈഡിലേക്ക് ഞാൻ നമ്മുടെ മസാല അങ്ങോട്ട് ഇട്ടു. എന്തുണ്ട് ഇങ്ങനെ ഒരു മുക്കുക. അപ്പോൾ നോക്കിയേ, നിങ്ങൾ വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കില്ലേ ഈ മസാല. ഇങ്ങനെയാണെച്ചെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് 2 തട്ട് തട്ടിയാലും സ്റ്റിൽ ഇതിൻ്റെ മുകളിൽ ഈ പൊടി ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കാരണം ഇതിൻ്റെ മുകളിൽ ഫാറ്റും ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് ഈ പൊടി ഇരിക്കുന്നത്. കണ്ട, ഈ മസാല നല്ല സൂപ്പറായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിൻ്റെ മുകളിലിരിക്കും. കണ്ട, അതാണ് ഇങ്ങനെ ചെയ്യണതിൻ്റെ പ്രത്യേകത. ഇല്ല വെച്ചെങ്കിൽ ഈ മസാല ഇതിൻ്റെ മുകളിൽ നിന്ന് കിഴിഞ്ഞു പോവും. നോക്കിയേ, ഇത്ര ഭംഗിയിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ മസാല പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നോക്കിയേ. സോ നെവർ പുട്ട് എനി ഓയിൽ ഓർ എനിത്തിങ്. ഇത് കുക്ക് ആവണ സമയത്ത് ഈ ഫാറ്റ് മെൽറ്റായിട്ട് ഈ മസാലയൊക്കെ ഇതിലേക്ക് പതുക്കെ ആയിക്കോളൂ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കണ്ടമാനം മസാല പിടിക്കില്ല, പുറത്ത് മാത്രമേ ആവുള്ളൂ. നമ്മൾ ലോ ഫയറിലാണ് കുക്ക് ചെയ്തെടുക്കണേ. ഓക്കെ, സോ ഡോണ്ട് പ്ലേ അറൗണ്ട് വിത്ത് ടു മച്ച് വാട്ടർ. ഓയിൽ, തേങ്ങ, മാങ്ങ, ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് നോക്കി വെക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ശേഷം ഓയിലാക്കിയിട്ട് നോക്കി വെക്കുക. ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ നിന്ന് കിഴിഞ്ഞു വരും. ഇനി നമ്മളിതിനെ സ്മോക്ക് ചെയ്യാൻ പോവാണ്. കുഴിയിലിടുന്നതിന് പകരം നമുക്ക് സ്മോക്കറുണ്ട്. കുഴി കുഴിക്കാൻ പോയി കഴിഞ്ഞാൽ കൗൺസിൽ നമുക്ക് വലിയൊരു ബില്ല് തരും. സോ നമ്മൾ സ്മോക്കറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് 120 ഡിഗ്രിയിൽ ഓൾമോസ്റ്റ് നമ്മൾ ഒരു 4 hours കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഓവൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത്. ഇതേ ഇപ്പം നമ്മൾ മട്ടൺ ഇവിടെ വെച്ചിട്ട് ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞു. നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല നിറം. സത്യം പറയാലോ, ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കണ ഈ മസാല എടുത്തിട്ട് നാവുമ്പോൾ വെച്ചപ്പോണ്ടല്ലോ, ഓ സോ ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഒരു ഓവൻ ട്രേയിൽ എടുത്തിട്ട് കുറച്ച് ചിക്കൻ സ്റ്റോക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സാഫ്രൻ്റെ ഒരു മണം ഇതിന് നന്നായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാഫ്രനും കൂടി ചേർത്തിട്ട് റാപ്പ് ചെയ്തിട്ട് നമ്മുടെ അവൻ്റെ അകത്ത് ഏതാണ്ട്
150°C അല്ലെങ്കിൽ 150 വേണമെങ്കിൽ വെക്കാം. അപ്പോൾ കുറച്ച് ഡ്രൈ ആയി പോകും, ചെക്ക് ചെയ്യേണ്ടി വരും. ഇനിയും ഒരു 2 മണിക്കൂർ കൂടി ഇരുന്നിട്ട് വേവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അരി ഉണ്ടാക്കാം. ദേ ഇപ്പം നമ്മുടെ മൊത്തം കുക്കിംഗ് തുടങ്ങിയിട്ട് ഏതാണ്ട് 5.5 മണിക്കൂറായി. ഓവനിലുള്ള ലാമ്പ് ഞാൻ ഇപ്പോൾ എടുത്ത് നിങ്ങൾക്ക് കാട്ടിത്തരാം. അതിൻ്റെ അടിയിൽ അതിൻ്റെ സ്റ്റോക്ക്, സ്മോക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ സ്റ്റോക്കും ലാമ്പിൻ്റെ സ്റ്റോക്കൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും. ആ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൈസ് വേവിക്കേണ്ടത് കേട്ടോ. അപ്പോൾ റൈസിലേക്ക് ഇടാനുള്ള കുറച്ച് വെജിറ്റബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഉള്ളി, സോറി ഗൈസ്, ഈ വീട്ടിൽ 2 ആൾക്കാർ കഴിഞ്ഞ 6 മാസത്തിനുള്ള എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അവർ മറ്റേ കാറാങ്കോയുടെ പോലെ അയ്യാ വേർഡ്സാണ്, അയ്യേ ബൈ ടാറ്റ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സോ യു ഗെറ്റ് ദാറ്റ് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട്. ഉള്ളി, വെള്ളപ്പൂടോ, കാസ്പിക്ക, സുഗന്ധത്, ടൊമാറ്റർസ്, തക്കാളിപ്പാളോ, പിന്നെ നമ്മുടെ പച്ചമുളക്. എനിക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുഡിൽ. അത് മാത്രമല്ല ഈ ക്യാപ്സിക്കം പച്ച മഞ്ഞ കളർ വരുമ്പോൾ ഈ ഹെർലിക്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ലവ് ബേർഡ്സ് ഉണ്ട്. അതിൻ്റെ പേര്, ഈ കളറുള്ള ലവ് ബേർഡ്സിൻ്റെ പേര് ഹെർലിക്വിൻ എന്നായിരുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ മട്ടൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹോപ്പ്ഫുള്ളി ഫോൾ ഓഫ് ദ ബോൺ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ റെഡി അല്ല? ഹോട്ട്. It is full of the bone. ഈ കുക്ക് ചെയ്തിട്ട് ആ പെർഫെക്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ മുകളിൽ കളിക്കാൻ നിൽക്കണില്ല കേട്ടോ. കാരണം ഇത് ഞാൻ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഊരിപ്പോരും. വളരെ കെയർഫുള്ളി ഇതിനെടുത്ത് മാറ്റി വയ്ക്കണം. ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലെ മാരിനേഷൻ നോക്കിയാൽ നിങ്ങൾ ആ സ്കിന്നോടക്കനെ ആ മാരിനേഷൻ ഇപ്പോഴും അതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ നിൽക്കുകയാണ്. കണ്ട, ലുക്ക് അറ്റ് ദിസ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഫോൾ ഓഫ് ദ ബോൺ ആണ്. ബ്യൂട്ടിഫുള്ളി ഡൺ, സ്റ്റിൽ വെരി മോയ്സ്ചർ. ലുക്ക് അറ്റ് ദാറ്റ്. കാരണം എന്താണ്, നമ്മൾ സ്റ്റീം ബേക്ക് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കെയർഫുള്ളി ഇതിനടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അടിയിലുള്ള ജ്യൂസ് എടുക്കണം. സാഫ്രൻ്റെ മണം നന്നായിട്ടുണ്ട്. ഞാനേ ഈ ക്യാമറയിൽ ഇതിൻ്റെ ഉള്ള സാഫ്രണും ഓയിലും കൂടിയിട്ടുള്ള കളർ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കി. നല്ല രസം. മീൻ മുട്ട, സാൽമണിൻ്റെ മുട്ട പോലെ. അത് ഈ ഇലയുടെ അടുത്തുള്ള എടുക്ക്. കളർ കണ്ട, സാഫ്രണും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാപ്രിക്കയുടെ ഉണ്ട്. നോക്കിയേ. അപ്പോൾ ഈ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൈസ് വേവിക്കണേ. സോ ആ റൈസിന് സ്മോക്കി ഫ്ലേവർ കിട്ടും, ലാമ്പിൻ്റേതായ ഫ്ലേവർ ഉണ്ട്, ചിക്കൻ്റെയും ഫ്ലേവർ ഉണ്ട്. നമ്മൾ ചിക്കൻ ക്യൂബ്സ് ഇടില്ലേ, അതിന് പകരം യൂസിങ് ദ സെയിം തിങ്. സോ ഓൾമോസ്റ്റ് റെഡി. നമുക്ക് പെട്ടെന്ന് റൈസ് വേവിക്കാം. അരി നമ്മുടെ നാട്ടിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴുങ്ങിയ പുഴുക്കലരി, ഹാഫ് ബോയിൽഡ് ബാസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. എനിക്ക് എന്തോ ആ അരി ഇഷ്ടമല്ല കേട്ടോ. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് റൈസ് അറ്റ് ഓൾ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ബാസ്മതി റൈസാണ്. ലാൽ കില, ചുവന്ന കിലാടി. ഇതിൻ്റെ പരസ്യത്തിനൊന്നും ഒരു കാശ് തന്നിട്ടില്ല, പരസ്യമല്ല. ഇനി നിങ്ങൾക്ക് പേടിയുള്ളതും എനിക്ക് പേടിയില്ലാത്തതുമായിട്ടുള്ള RKG നെയ്യ് നന്നായിട്ട് വേണം കേട്ടോ. ഇല്ലെങ്കിൽ അരി ഭയങ്കര ഉണങ്ങിയിരിക്കും. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഇനി നമ്മുടെ സ്പൈസസ്, നമ്മുടെ കറുത്ത നാരങ്ങ, ഇനി നമ്മുടെ വെജിറ്റബിൾസ്, ഡു നോട്ട് ഓവർ കുക്ക് ദം. ഇനി നമ്മുടെ റൈസ്. ആഹാ, ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വരണ മണം ഉണ്ടല്ലോ. ഇനി നമ്മുടെ സ്റ്റോക്ക്. ആഹാ, നൈസ് കളർ, കറക്റ്റ് മന്തിയുടെ കളറായിട്ടുണ്ട് കേട്ടോ. സാഫ്രൺ ഡൂയിങ് ദ ജോബ്. ഉപ്പ്, കുറച്ച് ചിക്കൻ സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് വരാനായിട്ട് അജിനോമോട്ടോ. ദാറ്റ് ഈസ് ഫാൻറ്റാസ്റ്റിക്. ഇനി ഇവിടെ അടച്ചിരുന്നിട്ട് ഒരു 3/4 വേവ് അങ്ങോട്ട് വേവട്ടെ കേട്ടോ. ലെമൺ ഇടാൻ പറഞ്ഞു. നാരങ്ങ നീര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ പുളിരസം വേണം. ഇതാരും ഇവിടെ കൊണ്ടുവച്ചത്, എവിടെയെങ്കിലും വെച്ചാൽ അവിടെ ഇരിക്കും. സോറി ഗൈസ്. വീണ്ടും നമ്മൾ തുറക്കുക, കുറച്ച് ലൈം ജ്യൂസും കൂടെ ഒഴിക്കുക. ലൈം ജ്യൂസ് വേണമെങ്കിൽ അരി വെന്തിട്ട് ഒഴിച്ചാലും മതി കേട്ടോ, അതും കുഴപ്പമൊന്നുമില്ല. കുറച്ച് അരി ബാക്കിയുണ്ടല്ലോ, എന്താ കൊള്ളേ എല്ലാം ഇങ്ങനെ. ഹേയ്, കാശ് കൊടുത്ത് മേടിച്ചല്ലേ നീ ഇത്, അല്ലേ? ഈ കഷ്ടപ്പെട്ട് നീ നഴ്സിംഗ് ജോബ് എടുത്തിട്ട് അരി മേടിച്ച് കളയാ. 10 കിലോൻ്റെ ഡമ്പലെടുത്തിട്ട് അടിക്കുന്നത്. പക്ഷേ ക്യാമറ ആകെ 400 ഗ്രാമുള്ളൂ, അതെടുത്ത് പോക്കാനും വയ്യ. അപ്പോൾ അതേ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഞാൻ ഓവനിൽ തന്നെയാണ് ദം ചെയ്യണേ. ഓക്കെ, ഇവിടെ ഒരു പാത്രം. ഇനി നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. റൈസ് ദേ ഡോണ്ട് ഈവൻ ടേക്ക് 10 minutes ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. നീ പിണങ്ങിന്ന് കളർ നോക്കിയ മന്തിയുടെ ബ്യൂട്ടിഫുൾ. ഏത് ഇത് പെർഫെക്റ്റ് കളറാണ്. നീ എന്തൊരു പറയണേ? സാഫ്രണ് ചുമന്ന നിറല്ല വരിക, സാഫ്രൻ്റെ റിയൽ കളറാണ് ഇത്. കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്. നൗ ദ ഷോ. ഓക്കെ,
ഇതിൻ്റെ മുകളിലെ ഞാൻ ഇടുന്നേക്കാളും മുന്നേ നോക്കിയേ ആ സ്കിൻ അല്ലെങ്കിൽ ആ മസാല പിടിച്ച ഭാഗം കണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. നമ്മളത് ലൂസ് ചെയ്തിട്ടില്ല. സോ ഐ ആം ഗോണ പ്ലേസിങ് ഇറ്റ് ബ്യൂട്ടിഫുൾ. അനദർ വൺ. ഓക്കെ, ലിറ്റിൽ മോർ കൊറിയാണ്ടർ, ഒരുപാട് വേണ്ട. ഓക്കെ, ആൻഡ് സം ബട്ടർ ഓൺ ടോപ്പ് കേട്ടോ. കാരണം നമ്മൾ മട്ടൺ കുക്ക് ചെയ്യണ സമയത്ത് ബട്ടർ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ കുറച്ച് ബട്ടർ ഈ മട്ടൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 20-25 മിനിറ്റ് കേട്ടോ ഓവൻ്റെ ഉള്ളിൽ ഇതിനെ ദം ചെയ്യണം. ദെൻ വി ഈറ്റ് ടുഗെദർ. ദം ചെയ്യാനായിട്ട് ഞാൻ വെക്കുന്ന ടെമ്പറേച്ചർ 180 ഡിഗ്രിയാണ് കേട്ടോ. സോ ഓക്കെ, സീ യു ആഫ്റ്റർ ഹാഫ് ആൻ അവർ, ദെൻ വി ഈറ്റ്. ദേ നമ്മുടെ ബിരിയാണി അല്ലെങ്കിൽ മന്തി സെറ്റായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് ഓവൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം അവിടെ തന്നെ ദമ്മിലിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ നല്ല സ്മോക്കി റൈസിൻ്റെ റിയൽ മന്തിയുടെ മണമുണ്ട് ഈ വീട് മൊത്തം. ഷോദം. ഓഹോ, ഈ കളറല്ലേ നീ നാട്ടിൽ മന്തി റൈസ് കഴിച്ചപ്പോൾ വന്ന്? എൻ്റെ ഓർമ്മയിൽ ഇച്ചിരി കൂടി ഒരു ചുമന്ന കളറാണെന്നാണ്. ചുമന്ന കളറാ? നോ ഗൈസ്, പ്ലീസ് കമൻറ്റ്. കുറച്ച് ക്യാമറയുടെ കളറിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും, പക്ഷെ അല്ലാത്ത പക്ഷം എനിക്ക് ഈ കളറായിരുന്നു. എനിക്ക് കറക്റ്റ് ഇതിനേക്കാളും ലൈറ്റ് ആയിരുന്നു, ക്രീമി. നമ്മൾ ഫോക്കസ് ചെയ്തത് ചിക്കനിലായിരുന്നു. ഞാനേ ഇത് പൊട്ടാതിരിക്കാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കുക കേട്ടാ. ഓക്കെ, ഞാൻ കൊണ്ട് വയ്ക്കാം. ഇനി ഈവണ്ടോ നമ്മുടെ പാർബോയിൽഡ് അരി അല്ലാത്ത സാധാ ബിരിയാണി പച്ചരി ആണെങ്കിൽ കൂടി ഈ അരിയുടെ കൺസിസ്റ്റൻസി നോക്കിയാൽ നിങ്ങൾ ഒരു പാർബോയിൽഡ് അരി ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യണ്ട. സിമ്പിളായിട്ട് അരിയുടെ വേവ് പഠിക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. ലുക്ക് അറ്റ് ദാറ്റ്, വാട്ട് എ റൈസ്. റൈസ് ഇങ്ങനെ തന്നെയായിരുന്നു കാണാൻ, ഇങ്ങനെ മലര് പോലെ അല്ലേ? റൈസിൻ്റെ മണം എനിക്ക് നിങ്ങൾക്കൊക്കെ നിങ്ങളെല്ലാവരും മന്തി കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ മന്തിയിൽ ആ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മണമുണ്ട്. ആ ക്യാപ്സിക്കം ആൻഡ് ടൊമാറ്റോ ഗീവ്സ് ദാറ്റ് ആ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്മെല്ല്. ഈ നാരങ്ങ ഇരുന്ന ഭാഗമുണ്ട് ഈ അരിയുടെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ചെറിയ പുളിയൊക്കെ ആയിട്ട് നമ്മളിട്ടന്ന് നെയ്യൊക്കെ അതെ ലാമ്പിൻ്റെ നെയ്യൊക്കെ ഒലിച്ചൊലിച്ച് വീണ് നോക്കിയ എൻ്റെ വായിൽ കേരള സ്റ്റോറി ഓട്ടുക. ഓക്കെ, ഇനി നമ്മുടെ മട്ടണല്ലേ, മട്ടൺ ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് പൊട്ടും, അത് കാരണം ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ ഡോണ്ട് വറി ഗൈസ്, ഇത് ഫോൾ ഓഫ് ദ ബോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഒരു വല്ലാത്തൊരു ഫോൾ ഓഫ് ദ ബോണാണ്. ബട്ട് ഐ എം ഗോണ കീപ് ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് ദ തേർഡ് വൺ ഗോയിങ് ഇൻ. ഞാൻ 3 വെക്കുന്നുള്ളൂ കേട്ടോ. ഒരെണ്ണം നമുക്കിവിടെ ഫുള്ള് ചെയ്യാനായിട്ട് വെക്കാം. ഒരു തംബ്നെയിൽ ഫോട്ടോയും കൂടെ എടുക്കണം. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ മന്തി, ഫ്ലേവർഫുൾ മന്തിയാണ് കേട്ടോ. ലുക്ക്, ദേ നമ്മുടെ മന്തി റൈസ് ഇവിടെ ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മട്ടൺ ഫോൾ ഓഫ് ദ ബോൺ ആയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ, അതാണല്ലോ നമ്മുടെ മെയിൻ അജണ്ട. സോ ഇതായിരിക്കണം നമ്മുടെ ലാം ഷാങ്ക്. സോ പെർഫെക്ഷൻലി കുക്ക്ഡിയോ. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. there we go, ഒന്നും ചെയ്യണില്ല. എന്നോട് പിണങ്ങി തല്ലുകൂടി പോയ പോലെയാണ് മട്ടൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫോൾ ഓഫ് ദ ബോൺ എന്നൊക്കെ പറയുന്നത് ഇതാണ്. കണ്ട താമരപ്പൂവിൻ്റെ അതിൽ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ലുക്ക് അറ്റ് ദാറ്റ്. എന്ന് മാത്രമല്ല സ്ലോ ഫയറിൽ നമ്മൾ കുക്ക് ചെയ്ത കാരണം നോക്കിയേ ഇതിൻ്റെ ഉള്ള മോയ്സ്ചർ നോക്കിയേ നിങ്ങൾ, ഹൗ സോഫ്റ്റ്, ഹൗ മോയിസ്റ്റി. എന്നാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടിട്ടുള്ള മസാല നോക്കിയേ, നോക്കാതാ നോക്കാ ദിസ്. ഇനി നമുക്ക് ഈ ഒരു പീസ് കഴിച്ചോക്കോട്ടാ. നോക്കാ ദിസ്. സോറി, ക്യാമറയിൽ എടുക്കണേക്കാൾ മുന്നേ ഞാൻ കടിച്ചു ഗൈസ്. ഞാൻ ആ മസാലയുള്ള പോർഷനാണ് കേട്ടോ കടിക്കണേ.
പറയുമ്പോൾ എന്തേലും എൻ്റെ കൈവേദന എടുക്കണം. അതിനൊരു പറയണില്ലേ? തൊണ്ട കുടുങ്ങിയാ? അല്ല കുറച്ച് അധികമായി പോയി പോയാല് വർത്താനം പറയാനുള്ള ഗ്യാപ്പില്ല, അത്രയൊക്കെ ചെയ്യുന്നായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ലെബനീസ് പോലും യമനീസ് പോലും ഇത്ര സൂപ്പർ മന്തി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവരോട് ചോദിക്കാം. അതിനേക്കാളും മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് റൈസിൻ്റെ കൂട്ടത്തിലും കൂടെ ഇവിടെ അങ്ങോട്ട് ഇടാം നമുക്ക്. എന്നിട്ട് ഈ റൈസിൻ്റെ കൂട്ടത്തിലും കൂടി, അയ്യോ റൈസിൻ്റെ കൂട്ടത്തിൽ മറ്റേ സാധനം ഉണ്ട്. ഞാൻ മന്തിയുടെ സോസ് കാണിക്കാൻ മറന്നു. ഓക്കെ, ഞാൻ ഇന്ന് ഉണ്ടാക്കി, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ടൊമാറ്റോ, ഗാർലിക്, അതുപോലെ തന്നെ കുറച്ച് അണിയൻ, പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ, പിന്നെ കുറച്ച് ലൈം ജ്യൂസ് ഇട്ടിട്ട് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിക്നെസ് മൊത്തം. അല്ലാണ്ട് ഞാനിതിൽ വേറെ വെള്ളമോ ഒരു സാധനവും ചേർത്തിട്ടില്ല. ആൻഡ് ബിറ്റ് ഓഫ് വിനിഗർ. പിന്നെ സുമാക്കും അണിയനും കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ബ്യൂട്ടിഫുൾ. ഓക്കെ, അടിപൊളി. ഇവിടെ ലാമ്പ് ഉണ്ട്, ചട്നി കൂടി ഇടാം. ആൻഡ് വി ഈറ്റ്. റൈസ് ഇട്ടൊരു പിടി പിടിക്കട്ടാ. ഓ, ചട്നിയുടെ കൂട്ടത്തിൽ വേറെ ലെവല്. ചോദിച്ചേ വാ. കുറച്ച് കാലമായി ചേട്ടൻ ഉണ്ടാക്കി എന്തെങ്കിലും കഴിച്ചിട്ട്. നാട്ടിൽ പോയിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ല. നീ മന്തി ആദ്യം കഴിക്കണേ? അല്ലല്ലോ, ഉണ്ട്. വയറ് നിറച്ച് കഴിച്ചിട്ട് മട്ടൺ നല്ല അടിപൊളി സോസ് നന്നായിട്ട് വന്നിട്ടാ. മന്തി നാട്ടിൽ ചെന്നിട്ട് കുറച്ച് തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് അതിലൊക്കെ നന്നായിട്ടുണ്ട്. ഓ ശരിക്കും എനിക്ക് നാട്ടിൽ നിന്ന് മന്തി കഴിച്ചിട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മന്തിയുടെ കുക്കിംഗ് ആണ്. അതായത് മസാല എഗെയിൻ ഞാൻ പറയാണ് അതിൻ്റെ മുകളിലുണ്ട്, എന്നാൽ ഫോൾ ഓഫ് ദ ബോൺ സൂപ്പറായിട്ട് നല്ല പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട്. മെയിൻറ്റെയിനിങ് ഓൾ ദ ജ്യൂസ്. കണ്ട നോക്കിയേ അത്. ഇനി നോക്കിയേ നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഇതിൻ്റെ എല്ലിൻ്റെ ഉള്ള മജ്ജ. അയ്യോ മജ്ജ മാത്രം അധികം വടി വരുന്നില്ല. അത് ഇങ്ങനെ പരിപാടി ഉണ്ട്. ഇതിനെന്തോ നല്ലി എന്നാ പറയും, നല്ലി. തിരുവനന്തപുരത്ത് അമ്മ നല്ലി അടിച്ച കുട്ടികളോട് ഒരു വടി നല്ലീനെ നമുക്ക് നാളെ എടുക്കാട്ടോ, അല്ലെങ്കിൽ പിള്ളേർ മുകളിൽ നിന്ന് നന്നായിട്ട് വരും. നല്ലി മീറ്റ് ഞാൻ ഓൾറെഡി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് മീറ്റ്. ഹൗ ഇസ് റൈസ്? ആ സോസിന്റെ കൂടെ കഴിച്ചാൽ സോസ് ഭയങ്കര യൂണിക്. സോസ് കഴിക്കുമ്പോഴാണ് ആ മന്തി പോലത്തെ ടേസ്റ്റ് വരുന്നത് അല്ലേ? ഫ്ലേവർ സെറ്റ് ആകുന്ന, ബാലൻസ് ആകുന്ന സോസിലായോ നല്ല. ദേ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഈ മന്തി കാണിച്ചു തരാം. ഒരെണ്ണം എടുത്തിട്ട് ഫോൾ ഓഫ് ദ ബോൺ ഒരെണ്ണം കൂടെ ചെയ്തുകൊണ്ടേ. തള്ളം കൊണ്ട് അതിൻ്റെ കൂടെ ജ്യൂസ് കണ്ട, അത്രയും ജ്യൂസിയാണ് ജ്യൂസ്. നല്ലി നല്ലി. ഓ നിങ്ങൾക്ക് കിട്ടില്ല മോനെ, അധികമൊന്നും ഇല്ല, ഇച്ചിരി ഉള്ളൂ. കുത്താൻ നിൽക്കണ്ട, പണി പാടും. ഓക്കെ, അപ്പോൾ കുക്കിംഗ് കുറച്ച് ഇതുപോലെ സ്മോക്ക് ചെയ്തിട്ടുള്ളത് ഓഫ് കോഴ്സ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എല്ലാവരുടെ വീട്ടിലും സ്മോക്കർ ഉണ്ടാവണമെന്നില്ല. അവൻ ഉണ്ടെച്ചെങ്കിലും ഓവനിൽ ഈ മാരിനേറ്റ് ചെയ്ത കാര്യം ആലോചിക്കുക. വെള്ളമോ ഓയിലോ ഉപയോഗിക്കാതെ ആ സ്പൈസസ് മാത്രം ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലെ ഫാറ്റിൽ തന്നെ അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് സ്ലോ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മട്ടൺ കിട്ടും, ബീഫ് കിട്ടും, ചിക്കൻ കിട്ടും, എല്ലാം കിട്ടും. എന്നിട്ട് നമുക്ക് റൈസ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാൻ പറ്റും. ബൈ ഫോർ നൗ, ബൈ ബൈ ബൂം. ചൈനയൊക്കെ കുമ്പുണ്ട് എന്താണ് ഏതാണ്ട് തലയുടെ മുകളിലൂടെ ഒക്കെ തെറിച്ചു. Oh, the sauce is so good. Bloody good sauce. എനിക്കതിന് പിന്നെ വേഗം ഇച്ചിരി കഴിക്കട്ടെ. റൈസും സൂപ്പർ അല്ലേ? നല്ല നല്ല. ഞാൻ കരിയുടെ പറഞ്ഞു, ഞാൻ ഈ മന്തി ഈ പറച്ചിൽ മാത്രമേ നാട്ടിൽ പോയിട്ട് കഴിച്ചു കഴിഞ്ഞപ്പം
എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടമില്ലേ പ്രത്യേകിച്ച് ഐസ്. Yeah, it's nice.